PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടി CPIM. പ്രമോദ് കോട്ടൂളിയുടെ മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പാർട്ടി വിശദീകരണം ചോദിച്ചാൽ മറുപടി നൽകുമെന്നായിരുന്നു നേരത്തെ പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചത്. വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് സിനോജ് തോമസ് ഇതിനകം സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. ഏത് രീതിയിലാണ് ഈ വിഷയം പാർട്ടി ടേക്കപ്പ് ചെയ്യുന്നത്? നേരത്തെ പ്രമോദിന്റെ പ്രതികരണം നമ്മൾ കണ്ടു, സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത് എന്നതടക്കം പ്രമോദ് തന്റെ ഭാഗം ന്യായീകരിക്കുന്നതാണ് കണ്ടത്. എങ്ങനെയാണ് ഈ വിഷയം ഇപ്പോൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുജയ പർവതി, അതായത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായി. അതിനുശേഷം ഈ വിവാദം ഉൾപ്പെടുന്ന കണ്ണൂർ ടൗൺ ഏരിയ കമ്മിറ്റി യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി P. മോഹനും സംസ്ഥാന സമിതി അംഗം A. പ്രദീപ് കുമാറും ഈ ആരോപണ സ്ഥാനത്തുള്ള പ്രമോദ് കോട്ടൂളി ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ശേഷമാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഇങ്ങനൊരു പരാതി പാർട്ടിക്ക് മുൻപിലില്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരാതി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ എഴുതി തരുമെന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തെറ്റായ രീതിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്നും P. മോഹനൻ മാഷ് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടേക്ക് യോഗത്തിന് വേണ്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. പുറത്ത് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അവലോകന യോഗമാണെന്നാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ വിഷയവും ഇവിടെ ചർച്ച ചെയ്യും. അല്പസമയം മുൻപാണ് പ്രമോദ് കോട്ടൂളി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു കയറിയത്. ആ സമയത്ത് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ വീട് ലോൺ എടുത്തു, അത് ജപ്തി ഭീഷണിയിലാണ്, അത് ഇന്ന് അദാലത്തായിരുന്നു, ആ അദാലത്തിന് പോയിട്ടാണ് താൻ ഈ യോഗത്തിന് വരാൻ വൈകിയതെന്ന് പറയുന്നു. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു നഗരത്തിലെ സാധാ നേതാവാണ്. തനിക്കെതിരെ ഈ രീതിയിലൊരു വാർത്ത വന്നതിൽ തനിക്ക് ദുഃഖമുണ്ട്, ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടി അന്വേഷിക്കട്ടെ, ഇതുവരെ പാർട്ടി തന്നോട് വിശദീകരണം തേടിയിട്ടില്ല, ഇത് വിവാദമായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പാർട്ടി വിശദീകരണം ചോദിക്കും, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ താൻ മറുപടി നൽകുമെന്നാണ് പ്രമോദ് കോട്ടൂളി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ PSC പോലുള്ള ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ഒരു നിയമനം നടത്താൻ കഴിവുള്ള വലിയൊരു നേതാവല്ല താൻ എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. പാർട്ടി വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാര്യങ്ങൾ മുഴുവൻ പാർട്ടിയോട് പറയുമെന്ന് പറയുന്നു. ഏതായാലും യോഗം, ഏരിയ കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പാർട്ടി ഈ പരാതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. പക്ഷേ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പാർട്ടിക്ക് ഈ പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയുമായി പാർട്ടി കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇനി എങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കുമോ? നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയിലെ വാചകം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതുവരെ ഒരു ആക്ഷേപവും PSC അംഗങ്ങളുടെ നിയമനം സംബന്ധിച്ച് ഒരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇമെയിലായി ലഭിച്ച ഒരു പരാതി മാത്രമാണ് ആകെയുള്ളത് എന്ന് പറയുമ്പോഴാണ് മറുഭാഗത്ത് അതേസമയം മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്ന അതേസമയം കോഴിക്കോട്ട് പ്രമോദ് കോട്ടൂളിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തേടുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ സിനോജ്? സുജയ പർവതി, പ്രമോദ് കോട്ടൂളിയെ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഏരിയ കമ്മിറ്റി യോഗമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അവലോകന യോഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിവാദവും അതിനകത്ത് ചർച്ചയാകും. അങ്ങനെ ഈ യോഗത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷും ഈ പരാതി നിഷേധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി അങ്ങനെ പറയുകയും ചെയ്തിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറിയും ഇന്ന് കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത്. യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇന്നാണ് യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകുന്നത്. അതിന് മുൻപ് തന്നെ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഈ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ടീം ഈ പാർട്ടിക്ക് പരാതി നൽകിയവരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല എങ്കിൽ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇതുവരെയുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തിയത് സിനോജ്? തീർച്ചയായും പാർട്ടിക്ക് പരാതി കിട്ടിയത് കൊണ്ടാണ് ഇത് അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്, അവർ അന്വേഷിക്കുന്നത്, ഇത് നീണ്ടുപോകുന്നു നടപടി. അങ്ങനെയാണ് ഒരു വിഭാഗം ഈ വാർത്ത പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ നമുക്കറിയാം CPMനുള്ളിൽ നിന്ന് ഒരു വാർത്ത കിട്ടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് പോകുന്നത്. 3 ശബ്ദ സംഭാഷണമുണ്ട്, അതിലൊരു യുവ MLAയുടെ പേരുണ്ട് തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. 60 ലക്ഷം ചോദിക്കുന്നു, 22 ലക്ഷം കൊടുത്തു തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണ്. അതൊരു വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ സജീവമായ ചർച്ചയിലുള്ള സമയത്താണ് ഈ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ കൂടി അതിൻ്റെ മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അതിനിടയിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് കൂടി ഇതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്. അതിന് ശക്തമായി മന്ത്രി മറുപടി പറയുന്നു. പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞു, മന്ത്രിയുടെ പേര് ഇതിനകത്തേക്ക് വലിച്ചിഴക്കരുത് എന്ന് പറയുകയും ചെയ്തു. ഇന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പരാതി അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഈ പാർട്ടിയുടെ ചട്ടക്കൂട് വിട്ട് ആ പരാതി പുറത്തേക്ക് പോകുന്നില്ല. ഒരു അന്വേഷണ സംവിധാനത്തിലേക്കോ പോലീസ് സംവിധാനത്തിലേക്കോ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി
ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറയാൻ കാരണം അതാണ്. കാരണം പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പരാതി പാർട്ടിക്കുള്ളിൽ വെച്ച് തന്നെ പരിഹരിക്കാൻ നോക്കുന്ന ഒരു പരാതി ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ നിയമസഭയിൽ പറയുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ആ പരാതിയിൽ പോലീസ് എന്ത് നടപടി എടുക്കുന്നു എന്ന് കണ്ടറിയണം സുജയ. അല്ല, ഇക്കാര്യത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ഇക്കാര്യം പോലീസ് അന്വേഷിക്കട്ടെ എന്ന സമീപനം സ്വീകരിക്കാമല്ലോ. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒത്തുതീർക്കാനായിട്ടുള്ള ധൃതിപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സിനോജ്? ഇത് പാർട്ടി തീർക്കേണ്ട കാര്യമല്ലല്ലോ. പണമിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതും PSC അംഗമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിയതെങ്കിൽ അതിൽ അങ്ങനെ ഈ ആരോപണ വിധേയരായി കേൾക്കുന്ന ആളുകളിൽ നിന്നുള്ള വിവരങ്ങൾ തേടാമല്ലോ. ഇത് പൊതുമധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞല്ലോ. ഫോൺ റെക്കോർഡിനെ കുറിച്ച് ഇപ്പോൾ സിനോജ് സൂചിപ്പിച്ചു. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ഈ പാർട്ടിയിൽ തന്നെയുള്ള 2 കോക്കസ് ആണെങ്കിൽ മറ്റേ കോക്കസിന് കൈമാറാമല്ലോ. അങ്ങനെയുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കുമ്പോഴും അതിലേക്കൊന്നും പോകാതെ ഇങ്ങനെയൊരു സംഭവമേ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത് അവിടെ ചുരുക്കത്തിൽ? ഒരുപക്ഷെ അതായത് ഈ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ രീതിയിലൊന്നും നിൽക്കില്ല. കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പരമാവധി ഇത് പാർട്ടിക്കുള്ളിൽ വെച്ച് തന്നെ തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് 3 ശബ്ദ സംഭാഷണം ഉണ്ടെന്ന് പറയുന്നു. അത് ഒരുപക്ഷെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഈ പരാതി നൽകിയവരുമായി ഒരു കോംപ്രമൈസ് ചെയ്ത് പരാതി അവസാനിപ്പിക്കാമെന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വന്നത്. ഇത് വിവാദമായ സാഹചര്യത്തിലാണ് പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം ചോദിക്കാൻ വേണ്ടി ജില്ലാ സെക്രട്ടറി അവൈലബിൾ സെക്രട്ടറി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യും. ഈ പരാതിക്കാരന് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിലേക്ക് പോവുകയുള്ളൂ. അല്ലാതെ പാർട്ടി സ്വമേധയാ പോയി പോലീസിൽ പരാതി കൊടുക്കുകയോ അത് പറയുകയോ ചെയ്യില്ല. പാർട്ടി സംവിധാനം വെച്ച് ഒരു പരാതി കിട്ടിയാൽ പാർട്ടിക്കുള്ളിൽ അന്വേഷിച്ച് അതിന് പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പരാതി കൊടുത്ത ആളുകളും പാർട്ടി അനുഭാവി കുടുംബം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പാർട്ടിക്ക് പരാതി കൊടുത്തത്. ഇല്ലെങ്കിൽ നേരെ അവർ പോലീസിൽ പരാതി കൊടുത്തേനെ. പാർട്ടിയിൽ പോയാൽ പരിഹാരം കിട്ടുമെന്ന് കരുതിയാണ് അവർ പാർട്ടിക്ക് പരാതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഭരണഘടനാ സംവിധാനമായതുകൊണ്ട് തന്നെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും അത് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുത്ത്, ക്രിമിനൽ കേസാണ്, കേസെടുത്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇനി നിർണായകമാകുന്നത് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുമോ അന്വേഷിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകുകയായിരുന്നു സിനോജ് തോമസ്. പ്രമോദ് കോട്ടൂളി ഇന്ന് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് വിലയിരുത്തൽ സംബന്ധിച്ച സാധാരണ യോഗം എന്നാണ് വിശദീകരിക്കുന്നതെങ്കിലും അതിൽ ഇക്കാര്യത്തിൽ വിശദീകരണം തേടി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. PSC കോഴ വിവാദത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം എടുക്കുന്ന അടുത്ത നിലപാട്, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിന്റെ തുടർ നടപടികൾ, അതൊക്കെയാണ് ഇനി വിശദാംശങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടിനൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക്